ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിന് ഞാൻ ദൈവത്തിന് ആദ്യം തന്നെ സ്തോത്രം കരയേറ്റുന്നു. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന ജോഷിനോടുള്ള സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഞാനിവിടെ എൻ്റെ ഒരു ചെറിയ സാക്ഷ്യവും വയലിനിൽ ഒരു ഗാനവും പ്ലേ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ എത്ര സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചു കഴിഞ്ഞാലും മതി വരികയില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. ഫിലിപ്പിയർ 4:13. ദൈവം എന്നെ ശക്തീകരിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ കൃപ, കരുതൽ ഞാൻ ചെറുപ്പം മുതലേ അനുഭവിച്ചു വരുന്നു, ഇന്നും അത് അനുഭവിക്കുന്നു. അതിന് ഞാൻ ദൈവത്തിന് ഒത്തിരി സ്തോത്രം കരയേറ്റുന്നു. ഞാൻ വയലിൻ വായിക്കുവാൻ പഠിക്കുവാൻ തക്കവണ്ണം എനിക്ക് ദൈവം ഇടയാക്കിയത് എൻ്റെ ഇടവകയിലെ മുൻ വികാരിയായിരുന്ന റവറൻ VM മാത്യു അച്ഛനും കൊച്ചമ്മയും മുഖാന്തരമാണ്. അച്ഛൻ വന്ന ആ വർഷം കൊയറിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ക്രിസ്മസ് കരോൾ ശുശ്രൂഷയിൽ എൻ്റെ അധ്യാപകനും എൻ്റെ സന്തോഷത്തിലും എൻ്റെ സങ്കടത്തിലും എല്ലാ അവസ്ഥയിലും കൂടെ ഇരുന്ന് എന്നെ ബലപ്പെടുത്തിയ എൻ്റെ ആത്മീയ ഗുരുവുമായ ജെയിംസ് വില്യം സാറിനെ അന്ന് പരിചയപ്പെടുവാനും തുടർന്ന് വയലിൻ ക്ലാസ്സിന് പോകുവാനും എല്ലാം ദൈവം സഹായിച്ചു. അങ്ങനെ പാട്ടുകൾ വായിക്കുന്ന ഒരവസ്ഥ, ചെറുതായിട്ട് പാട്ടുകൾ വായിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ VM മാത്യു അച്ഛൻ എനിക്ക് യുവനസഖ്യത്തിലും കൂടാതെ യുവനസഖ്യം കലാമേളയിലുമൊക്കെ വയലിൻ വായിക്കുവാൻ എനിക്ക് അവസരമൊരുക്കി തന്നു. അച്ഛന് എപ്പോഴും കാണുമ്പോഴൊക്കെ വയലിൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കാൻ ഒത്തിരി അച്ഛനിൽ നിന്ന് ഒത്തിരി പ്രചോദനം ലഭിച്ചിട്ടുണ്ട്. അച്ഛനും നന്നായിട്ട് വയലിൻ വായിക്കുമായിരുന്നു. അങ്ങനെ തുടർന്ന് പിന്നീട് എനിക്ക് യുവനസഖ്യത്തിൻ്റെ കലാമേളകളിലും യുവനസഖ്യത്തിൻ്റെ പല മീറ്റിങ്ങുകളിലും ഒക്കെ വയലിൻ വായിക്കുവാൻ തക്കവണ്ണം യുവനസഖ്യ അംഗങ്ങളും അതാത് കാലങ്ങളിലിരുന്ന ഭാരവാഹികളുമൊക്കെ എനിക്ക് അവസരം തന്നു. അത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ്. അതുകൂടാതെ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്ന എൻ്റെ സൺഡേ സ്കൂളും സൺഡേ സ്കൂൾ ജീവിതവും സൺഡേ സ്കൂൾ അധ്യാപകരും സൺഡേ സ്കൂൾ സുഹൃത്തുക്കളും ഒക്കെയാണ്. ചെറുപ്പം മുതലേ പാടുവാനുള്ള ടാലൻ്റ് കണ്ട് എൻ്റെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് എൻ്റെ അമ്മ, എനിക്ക് പാട്ടുകൾ എന്നെ പഠിപ്പിക്കുകയും പുതിയ പുതിയ വാക്യങ്ങൾ എന്നെ പഠിപ്പിക്കുകയും അതിലുപരി എന്നെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുകയും എല്ലാം ചെയ്തത് എൻ്റെ മാതാവാണ്. എൻ്റെ അതാത് കാലയളവിൽ എനിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സപ്പോർട്ടും ചെയ്ത് എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ ദൈവത്തിന് ആയിരമായിരം സ്തുതിസ്തോത്രങ്ങളായിട്ട് അർപ്പിക്കുന്നു. ദൈവം തന്ന വലിയ ദാനമാണ് എൻ്റെ മാതാപിതാക്കൾ. അങ്ങനെ സൺഡേ സ്കൂളാണ് എൻ്റെ ബേസ്. പിന്നീട് എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത എൻ്റെ ഇടവകയുടെ ഗായക സംഘം ആണ്. ഞാൻ കയറിയ നാൾ മുതലുള്ള എൻ്റെ എല്ലാ ഗായക സംഘ അംഗങ്ങളും അതാത് കാലയളവിലെ ഭാരവാഹികളെയൊക്കെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഒട്ടും മറക്കുവാൻ സാധിക്കാത്ത വ്യക്തിത്വമാണ് എൻ്റെ ഗുരുനാഥനും ഞാൻ
ജ്യേഷ്ഠ സഹോദര തുല്യം കാണുന്ന ലിജു അച്ചാച്ചൻ ഞങ്ങളുടെ കൊയർ ലീഡറാണ്. അച്ചാച്ചൻ ഞാൻ വയലിൻ വായിക്കാൻ, അതായത് പാട്ടുകൾ വായിക്കാൻ തുടങ്ങുന്നതെന്ന് മനസ്സിലാക്കി ആദ്യകാലങ്ങൾ മുതലേ എനിക്ക് എൻ്റെ കൊയറിൽ എനിക്ക് ക്രിസ്മസ് കരോളിലും വയലിൻ വായിക്കുവാൻ അവസരം തരികയും കൊയറിൻ്റെ കൂടെ വയലിൻ വായിക്കാനൊക്കെ അവസരം തരികയൊക്കെ ചെയ്തു. അത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ്. അതുകൂടാതെ കൊയറിൽ നിന്ന് ലഭിച്ച പ്രാക്ടീസും അതാത് സമയങ്ങളിൽ വന്ന ലീഡേഴ്സിൻ്റെ ഒക്കെ ടീച്ചിങ് മൂലം പലതവണ ദൈവം എനിക്ക് മാരാൺ കൺവെൻഷനിലും DSMC കൊയറിലുമൊക്കെ ഭാഗവാക്കാകുവാൻ ദൈവം ഇടയാക്കി. ഈ വർഷവും ദൈവം DSMC കൊയറിലും മാരാമൺ കൺവെൻഷൻ ഗായസംഘത്തിലുമൊക്കെ പാടാൻ അവസരം തരുന്നു. അതിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ചെറിയ ചെറിയ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് മുന്നോട്ട് പോകുന്നു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുക, ദൈവത്തിന് വേണ്ടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല, എന്നാൽ ഡിവോഷണൽ സോങ്ങുമായി ബന്ധപ്പെട്ട് ആ മേഖലയിൽ നിൽക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം. കൂടുതൽ പാട്ടുകൾ പാടുവാനും പാട്ടുകൾ എഴുതുവാനും ട്യൂൺ ചെയ്യുവാനും ഒക്കെ ആഗ്രഹിക്കുന്നു. അതിന് ദൈവം എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.